മതനിരപേക്ഷതയാണ് ഞങ്ങൾ. പക്ഷേ ലീഗിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം ആ തീരുമാനം സാമുദായിക മൈത്രിക്ക് ഉതകുന്ന വിധത്തിലുള്ളതായിരുന്നു അല്ല, ഒന്നുകൂടി കയറി പറഞ്ഞു. അത് മതേതരത്വത്തിന്റെ അഭിമാനമാണ് അവിടെ ഉണ്ടാക്കിയ ക്ഷേത്രം എന്ന് പറഞ്ഞു. അത് പൊന്നാനിയിലെ ജനങ്ങൾ അത്ര പെട്ടെന്ന് ഇല്ല. പക്ഷെ നമ്മളെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ സംരക്ഷിക്കണമല്ലോ. കാവും അമ്പലവും അതൊക്കെ നമ്മുടെ ഒരു മുഖമുദ്രയാണല്ലോ, നമ്മുടെ സാംസ്കാരിക മുദ്രയാണ്. അതൊക്കെ സംരക്ഷിച്ചു കൊണ്ട് MLA എടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. MLA, പൊന്നാനി മണ്ഡലം ചുവന്നു. പൊന്നാനി ലോക്സഭാ മണ്ഡലം ചുവക്കാൻ എത്ര ദൂരമുണ്ട്? അധികം ദൂരമില്ല. അതിന് കാരണം ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിന് മുഖ്യമായിട്ട് ഈ പൊന്നാനി മണ്ഡലം പണ്ട് ചുവന്നിട്ടായിരുന്നു. 971 ശേഷമാണ് അതിന് മാറ്റം വന്നത്. ഇമ്പിച്ചി ബാവ, ചക്രപാണി, പിന്നെ MK കൃഷ്ണൻ ഇവരൊക്കെ ജയിച്ചു വന്നിട്ടുള്ള പ്രദേശമാണ് പൊന്നാനി. ആ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്തിലെ ഡീലിമിറ്റേഷൻ മാറ്റം വന്ന ശേഷമാണ് ഒരു വന്നത്. ഇപ്പോൾ പൊന്നാനിക്കാർക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. മാത്രമല്ല ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ സാഹചര്യം നടക്കുന്നത്? ഇന്ന് രാവിലെ മുഴുവൻ ശരത് പവാറിലെ ചാനലിൽ നിങ്ങളൊക്കെ ചാനലിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഈ കോൺഗ്രസിനെ വിശ്വസിച്ച് ആരെങ്കിലും അവരൊപ്പം നിൽക്കുമോ? കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തകർന്നു. കാരണം അവർക്ക് അടിസ്ഥാനപരമായ നയമില്ല. മതനിരപേക്ഷയെ സംബന്ധിച്ച് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. രാഷ്ട്രീയ സാമ്പത്തിക നയം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. ഈ ഇന്നത്തെ ജനാധിപത്യ സംവിധാനം സംരക്ഷിക്കുന്നതിന് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്നൊരു ഉറപ്പ് ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയാത്തൊരു കക്ഷിയായി കോൺഗ്രസ് മാറി. അത് നമ്മൾ അണികളെ ബോധ്യപ്പെടുത്തും, വോട്ടർമാരെ ബോധ്യപ്പെടുത്തും. ജനങ്ങൾക്ക് ഓൾറെഡി ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ അതിന് മുകളിലാണ് ഈ ആവേശം. ഇപ്പോൾ ശ്രീ ഹംസ ഇവിടെ വരുന്ന സമയത്ത് ഈ കിട്ടുന്ന ആവേശത്തിന് കാരണം അത് ഇടതുപക്ഷത്തിന്റെ മാത്രമല്ല, ഈ മതനിരപേക്ഷവാദികളും ജനാധിപത്യവാദികളും ഒക്കെ ഹംസറൊപ്പാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഹംസക്ക വളരെ സന്തോഷം. അപ്പോൾ ഹംസക്ക പോകുന്നിടത്തൊക്കെ ഒരു തരംഗം ഉണ്ടാവട്ടെ, നല്ല മത്സരം ഉണ്ടാവട്ടെ. അപ്പൊ വിജയം ആശംസിക്കണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയമുണ്ട്. താങ്കൾക്കും വിജയം ആശംസിക്കുന്നു. അപ്പോ പൊന്നാനിയുടെ ഹൃദയത്തിൽ ഒരു ചെങ്കായി, ഒരു മുല്ലപ്പൂവായി നിങ്ങൾ ഉണ്ടാവട്ടെ. അബ്ദുൽ സമദാനിയും മത്സരിക്കട്ടെ. അപ്പൊ നല്ല കടുത്ത മത്സരം ഉണ്ടാവട്ടെ പൊന്നാനിയിൽ. അപ്പോ താങ്ക് യു. അപ്പോ ആ ചടങ്ങ് കഴിഞ്ഞു. ആ ചടങ്ങ് എന്താണ്? പൊന്നാനിയിൽ വന്ന തൊപ്പിയിടണം എന്നതാണ് ചടങ്ങ്. കുഴപ്പമില്ല. ഹംസയ്ക്ക് ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയാണല്ലോ. അപ്പൊ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനിൽ നിന്ന് തൊപ്പി സ്വീകരിക്കുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതെ അതെ, ഒരു മതേതര തൊപ്പി സ്ഥാനാർത്ഥിയുമായി അല്ലേ? അതെ. അപ്പോ നമ്മുടെ ഹംസ മാഷ് യാത്രയാവുന്നു. അപ്പൊ നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ, നല്ല ചൂടാണ്. അപ്പൊ വെള്ളമൊക്കെ ഇടയ്ക്ക് കുടിക്കണം. അപ്പോ ഹംസയ്ക്ക് പുറത്തു വരുന്നു. നമുക്കൊപ്പം MLA ഉണ്ടായിരുന്നു. താങ്ക് യു. എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും മതേതരത്വം അരുണിന്റെ സിരകളിൽ ലയിച്ചു ചേർന്ന ഒരു വികാരമാണ്. ഓക്കെ, അപ്പോ ഞാൻ